എറണാകുളം മൂഴിക്കുളത്ത് 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിൽ അമ്മ സന്ധ്യയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. മകളുമൊത്ത് ആലുവ പുഴയിൽ ചാടി മരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആലുവ പുഴയുടെ പരിസരത്ത് അതിനായി എത്തിയിരുന്നു. സംശയം തോന്നിയ പ്രദേശവാസികൾ ചോദ്യം ചെയ്തതോടെയാണ് മൂഴിക്കുളത്തേക്ക് പോയതെന്നും സന്ധ്യ പറയുന്നു. ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാനാണ് കുട്ടിയെ കൊന്നത്. ജീവനൊടുക്കാനും തീരുമാനിച്ചിരുന്നു. കുട്ടികൾക്ക് തന്നേക്കാൾ പ്രിയം ഭർത്താവിനോടായിരുന്നു, അവരുടെ വീട്ടുകാരോടായിരുന്നു. മൂത്ത കുട്ടിയെയും അപായപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ രണ്ടുപേരും രക്ഷപ്പെടുമെന്ന് കരുതി. കഴിഞ്ഞ കുറെ നാളുകളായി ഭർത്താവിന്റെ വീട്ടിൽ കടുത്ത ഒറ്റപ്പെടലാണ്. താൻ പറയുന്ന എല്ലാ കാര്യവും മക്കൾ ഭർത്താവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു. ഇതും തനിക്ക് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കിയെന്നും സന്ധ്യ പറയുന്നു. നമ്മൾ വിദേശ സിനിമകളിലും മറ്റു വാർത്തകളിലും ഒക്കെ കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ സാധാരണമാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലാൻ മാതാപിതാക്കൾക്ക് തോന്നുന്നത് പലപ്പോഴും മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ആകാം. അതിലേറ്റവും പ്രധാനമായത് സ്ത്രീകളിൽ പ്രസവാനന്തരം ഉണ്ടാകുന്ന പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന ഒരു അവസ്ഥയാണ്. പ്രസവം കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ 3 മാസങ്ങൾക്കുള്ളിലോ ഇത് വരാവുന്നതാണ്. 5% ആളുകൾക്കെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നീടുള്ള ഒരു കാരണം കടുത്ത വിഷാദ രോഗമാണ്. ആ ഒരു അവസ്ഥയിൽ എത്തിയാലും കുട്ടികളെ കൊല്ലുന്നവരുണ്ട്. പിന്നീടുള്ളത് സ്വന്തം കാര്യലാഭത്തിനും സുഖത്തിനും വേണ്ടി മക്കളെ കൊല്ലുന്നവരാണ്. സാധാരണയായി ലൈംഗിക താല്പര്യങ്ങൾ മുൻനിർത്തി ഭർത്താവിനെ ഉപേക്ഷിച്ച് പുതിയൊരു ആളെ കണ്ടെത്താൻ നോക്കുമ്പോൾ അവിടെ പ്രധാനമായി തടസ്സമായി വരുന്നത് ഈ കുഞ്ഞുങ്ങളാണ്. അതോടെ ആ തടസ്സം എങ്ങനെയും ഇല്ലാതാക്കാനായിരിക്കും ഇവരുടെ ശ്രമം. അതിൽ പുതിയ പാർട്ട്ണറായ പുരുഷനും പലപ്പോഴും പങ്കുചേരാറുണ്ട്. സ്വപ്നം കാണുന്ന പോലുള്ള ആ ജീവിതം സ്വന്തമാക്കാൻ ഇവർ ആരെയും കൊല്ലും. അതിപ്പോൾ ഭർത്താവായാലും കുഞ്ഞുങ്ങളായാലും. അതിലൊന്നും ഇവർക്ക് യാതൊരു വിധത്തിലുള്ള കുറ്റബോധമോ പശ്ചാത്തലമോ ഉണ്ടാവുകയുമില്ല. ഇതിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം മാനസികമായി പക്വത വരുന്നതിന് മുമ്പേ വിവാഹം കഴിക്കുന്നതാണ്. സഫലീകരിക്കാത്ത പല ആഗ്രഹങ്ങളും ഉള്ളിൽ പേറിക്കൊണ്ട് ഒരു വീടിനുള്ളിൽ തളച്ചിടപ്പെടുമ്പോൾ പിന്നീട് മൊബൈലിന്റെ ലോകത്തിലൂടെ പുതിയ ബന്ധങ്ങൾ തേടുകയാണ്. അതിന്റെ കലാശക്കൊട്ടിൽ കൊലപാതകം അടക്കമുള്ള കാര്യങ്ങളും സംഭവിക്കും. ഇവിടുത്തെ സംഭവത്തിൽ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയാണ് ഇവർ ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിന് പുറത്തല്ല ഇതെന്ന് വ്യക്തമായ കാര്യമാണ്. എടുത്തുചാട്ടം, പിടിവാശി, വിചാരിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണിപ്പെടുത്തൽ, ചെറിയ കാര്യങ്ങൾക്ക് പോലും കൂട്ടുകാരുമായി വഴക്കുണ്ടാക്കുക, അതേ വേഗത്തിൽ തന്നെ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുക, ഇതൊക്കെ ഇവരുടെ സ്വഭാവത്തിലെ പ്രകടമായ വ്യത്യാസങ്ങളാണ്. സന്ധ്യയുടെ ഭർത്താവ് ഒരു ചാനലിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഇവളെ ഉപദ്രവിക്കുന്നുവെങ്കിൽ ഇവിടെ അടുത്തെല്ലാം വീടുകളിൽ ആളുകളുണ്ട്, അവരറിയില്ലേ? ഞാൻ ഉപദ്രവിച്ചാൽ അവർ ഈ ശബ്ദം കേൾക്കില്ലേ? ഇവൾ വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപ എനിക്ക് തരാനാണെന്ന് പറഞ്ഞു വാങ്ങിയിരുന്നു. അത് അവളുടെ അമ്മ തന്നെ പറഞ്ഞതാണ്. പഞ്ചായത്ത് മെമ്പർ, സെക്രട്ടറി അടക്കമുള്ളവരെ മുമ്പിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവൾ എനിക്ക് 1 രൂപ പോലും തന്നിട്ടില്ലെന്ന് പറയുകയും ചെയ്തു. ആ പൈസ എന്ത് ചെയ്തെന്ന് അറിയില്ല. ഇവളുടെ സ്വർണം വിറ്റിട്ടുണ്ട്, ആ പണം എന്ത് ചെയ്തെന്നും അറിയില്ല. ഇതിനു മുമ്പും കുട്ടികളെ ഉപദ്രവിക്കാറുണ്ട്. ഒരു വട്ടം പോലീസിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചുമക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. അച്ഛന്റെ അസുഖം, ഓപ്പറേഷൻ, അലച്ചിൽ, കുടുംബം, ഇതിന്റെ എല്ലാ വിഷമവും അയാളിൽ കാണാം. ഈ സ്ത്രീ ചെയ്ത ചില കള്ളങ്ങൾ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അയാൾ പൊളിച്ചു കാട്ടുകയും ചെയ്തു. കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് പോലീസിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അയാൾ ചെയ്തിട്ടുണ്ട്. ഭാര്യയെ നന്നായി നോക്കാത്തത് കൊണ്ട് നടന്നതല്ല ഈ കൊലപാതകം. ഭർത്താവിനോടും അവരുടെ വീട്ടുകാരോടുമുള്ള ദേഷ്യം തീർക്കാൻ സ്വന്തം മക്കളെ കൂടി ബലി നൽകുന്ന അമ്മമാർ ഇവിടെ കൂടി വരികയാണ്. എന്നാൽ വിവാഹിതരായ പല പുരുഷന്മാർ ജീവിതം മടുക്കുമ്പോൾ അല്ലെങ്കിൽ വല്ലാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുന്നു. അത് വേറെ ആരെയും കൊന്നിട്ടല്ല. മക്കളെ കൊന്നും വീട്ടുകാരോടോ ഭർത്താവിനോടോ പകരം വീട്ടുന്ന സ്ത്രീകളെ ഒരു പ്രത്യേക പരിഗണനയും കൊടുക്കാതെ വിചാരണ ചെയ്യണം. അവർക്ക് പരമാവധി ശിക്ഷ നൽകുകയും വേണം.